ഓർഡർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മണ്ടത്തരം പറ്റിയെന്ന് പറഞ്ഞത്. എന്താ പറയുക, ഇഷ്ടിയാണല്ലോ വന്നത്. എല്ലാവർക്കും നമസ്കാരം. പകുതി വിലക്ക് മേടിച്ചൊരു സ്പീക്കറാണിത്. പകുതി വിലക്ക് ആമസോണിനുള്ളതിനേക്കാൾ പകുതി വിലക്ക് മേടിച്ചതാണ്. ഇതൊരു വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. ഇത് നമുക്കത് ഓപ്പൺ ചെയ്യാം. കൊറിയറുകാരൻ കൊണ്ടുവന്നപ്പോൾ മഴ കൊണ്ട് നനഞ്ഞ് കിളുത്തിരിക്കുകയായിരുന്നു. ഇത് വാങ്ങിയത് ഞാനേ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. അത് പേരും പെട്ടെന്ന് കിട്ടണ്ടല്ലോ. പേരും ഡീൽ ക്ലൂ എന്നങ്ങനെ ഡീൽ ക്ലൂ എന്നങ്ങാണ്ടാണ് പേരിട്ടാണ് മറന്നുപോയി. അപ്പം പെട്ടെന്നുണ്ടല്ലോ കണ്ടു വിലയുടെ ഇത് വ്യത്യാസം കണ്ടപ്പോൾ പെട്ടെന്ന് കയറി ഞാൻ അതിൻ്റെ അടുത്ത് ഓർഡർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മണ്ടത്തരം പറ്റിയെന്ന് പറഞ്ഞത്. ഇത് കാരണം ഒരു പരിചയമില്ലാത്തൊരു വെബ്സൈറ്റാണ്. അപ്പോൾ അതിൽ കയറി ഇത് ചെയ്തപ്പോൾ ഞാൻ ഇത് വിചാരിച്ച് പണ്ടാറും ഇഷ്ടിയാണല്ലോ വന്നത് എന്ന് വിചാരിച്ച്. കാരണം ആദ്യം തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഒരു വാട്സപ്പിൽ വിട്ടുതരും, അതിൻ്റെ ലിങ്ക് വിട്ടുതരും, ഈ സാധനം ഓർഡർ എവിടെയൊക്കെ എത്തിയെന്നുള്ള. അങ്ങനെ ഇതിൻ്റെ സാധനം കൈ കിട്ടിയപ്പോൾ ഇത് കട്ടിയുണ്ടപ്പോൾ വിചാരിച്ചേ പണ്ടാറും ഇത് ഇഷ്ടിയാണല്ല കിട്ടിയത്. കാശ് പോണേക്കാൾ എന്താണെന്നറിയോ, നമുക്ക് നാണക്കേടാണ്. നമ്മളെ പറ്റിച്ചല്ലോ എന്നുള്ളൊരു നാണക്കേടാണ്. അങ്ങനെ സാധനം അപ്പം തന്നെ കുറച്ച് നിന്ന് പൊളിച്ച് നോക്കിയപ്പോൾ മുതൽ നമ്മൾ ബുക്ക് ചെയ്ത സാധനം തന്നെയാണ്. ഇപ്പം ഇവർ അത് എൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് ഓപ്പൺ ബോക്സ് അല്ല, അൺഓപ്പൺഡ് എന്നാണ് എഴുതിയേക്കണം. ഓപ്പൺ ഇടുന്നത് അങ്ങനെന്തോ എഴുതിയുണ്ട്. ഓപ്പൺ ചെയ്യാത്ത ബോക്സ് എന്നാണ് അവർ എഴുതിയേക്കണം. പക്ഷേ ഇവർ ഓപ്പൺ ബോക്സ് ആണ് ഇത്. കാരണം എഴുതേണ്ട, ഇത് രണ്ടാമത് അവർ ചിറ്റിയേക്കണേണ്ടത് ഈ സാധനം. അപ്പോൾ ഇത് ഓപ്പൺ ബോക്സ് ആണ്. ഒന്നില്ലെങ്കിൽ അത് റീഫർബിഷ്ഡ് ആയിരിക്കണം, അതല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ആമസോണിലൊക്കെ ബുക്ക് ചെയ്തിട്ട് അവർ റിട്ടേൺ ചെയ്യുമല്ലോ പെട്ടെന്ന്. ചിലപ്പോൾ ചില ആൾക്കാർ എടുക്കാണ്ട് മടക്കുമല്ലോ, ബുക്ക് ചെയ്ത് വരുമ്പോഴായിരിക്കുള്ളൂ വേണ്ടാന്ന് പറഞ്ഞ് വിടണം. അപ്പം അങ്ങനത്തെ ഇത് എടുക്കാനാണ് ഭയങ്കര ഒറ്റ കൈ കൊണ്ട് അങ്ങനത്തെ മുതലെന്തോ അങ്ങോട്ടാണ്. എന്തായാലും സംഭവം നമുക്കിത് പൊളിച്ചു നോക്കിയാലേ അതിൻ്റെ അത് അറിയുള്ളൂ. സ്പീക്കർ സാധനം അടിപൊളിയാണ്. അതൊക്കെ ഇതിൻ്റെ മറ്റേ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണം, ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്. ഇത് അപ്പം അത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അത് സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ നോക്കിയിട്ട്. അപ്പം അത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തന്നെയല്ല, നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ബുക്ക് ചെയ്യണേക്കുമ്പോൾ തന്നെ ആദ്യം കയറിയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് നോക്കാൻ പറ്റുള്ളൂ. പിന്നെ തന്നെയല്ല, അവരതിൻ്റെ ട്രാക്ക് ലിസ്റ്റ് നമുക്ക് മെസ്സേജ് വാട്സപ്പ് ചെയ്ത് തരും. അപ്പോൾ ട്രാക്ക് മറ്റേ ഓർഡർ ഉണ്ട്, നമുക്ക് ഇപ്പോൾ സാധനങ്ങൾ എവിടെ എത്തിയെന്ന് അറിയാൻ പറ്റും. പിന്നെ തന്നെയല്ല, ഇപ്പോൾ ഇത് വന്നാൽ നല്ലതാണ്. എല്ലാവരും ഇതേപോലെ ആവണമെന്നില്ല. ചിലപ്പോൾ ഉപയോഗിച്ചാൽ ഞാനിപ്പോൾ വേറൊരു വീഡിയോയിൽ കണ്ട് ഉപയോഗിച്ചപ്പോൾ വരുന്നുണ്ട്.